ഹലോ ഹായ് ഹായ്. കൊള്ളാം. എന്താണ് സംഭവം? ഒരു പിടിയിലെളിയാ. ഞാൻ എന്താ വന്നെ? ഇവിടെ വന്നേ. എന്താടാ ചിരിക്കണ? ഒന്നുമില്ലട്ടോ. ഒന്നുമില്ലട്ടോ. എന്താ കയ്യില്? കൈ കാണിക്കടാ. ചേട്ടാ ബി ബ്ലോക്ക് സീനിയേഴ്സ് ആണെന്ന് കോളേജ് ഗ്രൂപ്പിൽ സോറി. ആ പ്രൊജക്റ്റിനും വെച്ചു കൊടുക്കുന്നത് ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. പറഞ്ഞത് മനസ്സിലായില്ലേ? ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. എന്താണ് നീയൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരെ പുറത്തേക്കറായടാ? കോളേജിന്റെ പേര് കളയാൻ നീയൊക്കെ വേറെ ഒരു ബാച്ചിലെ പിള്ളേർക്കും ഇല്ലാത്ത കേടാണല്ലോ നിനക്കൊക്കെ. വന്നപ്പോ മുതൽ സഹിക്കുന്നതാണ്. നീയൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. സർ ഞങ്ങള് നോ മോർ എക്സ്ക്യൂസസ്. എന്നാടാ എന്തു പറ്റി? ഒന്നുമില്ലടി, പിള്ളേര് വെറുതെ ഒന്നുമില്ല പോയപ്പോ. ഇതൊക്കെ എന്നതാന്നേ? ഒന്നുമില്ല. നീ പറയുന്നത് ഫോൺ എനിക്ക് തന്നറ ശ്യാമ. ഇത് കണ്ടാ നീ ദൗമാരി ചെയ്ത പണിയാ. ഞങ്ങൾ നോക്കിക്കണ അത് കണ്ടിട്ട്. അയ്യോ ഇതാരാടാ ചെയ്തേ? പറയണ ഇതൊക്കെ ആരാ ചെയ്തേ? ആരാണ് മാടിയതൊക്കെ ചെയ്ത പറ. നീനെ തല്ലുകൊണ്ടു, പക്ഷെ താൻ ചെയ്ത പോക്കിരിത്തരത്തിനാ. എന്തിനാ അവന്മാരെ തല്ലുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നല്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന കേട്ടെ. ഇനി മേലെ ഇത്ര പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചേക്കുന്നു. വാ.
തല്ലാൻ മാത്രമല്ല തല്ല് കൊടുക്കാനും തല്ല് വാങ്ങാനും ഡിസ്മിസ് മേടിക്കാനും കൂടെ ഉണ്ടാവണം. ഇവിടെ കോന്താന് പ്രിൻസ് നിങ്ങളെ മാത്രം പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വേണ്ട, നീയൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കാണണ്ട. എടാ അവിടെ പോവാ. സീനാക്കിയോ. ഞാൻ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. എന്തിനാ വെറുതെ? അതിന്റെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവന്റെ ഒരു ഭാഗ്യം, ആരോടൊന്നും മിണ്ടണ്ടല്ലോ. 14 ദിവസത്തെ സമയം. എന്തിന് ഇന്ന് തന്നെ ഡിസ്മിസ് അടിച്ചു തരായിരുന്നില്ലേ? ഇത് ഇവിടെ തീർന്നടാ. അല്ലെങ്കിലും ഇവിടുന്ന് എഞ്ചിനീയറായി പാസ്സായി പോവാന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ലല്ലോ. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുക. വാ വാ, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തേ. എന്തിനാണ് വെറുതെ ദേഷ്യം എന്നാ എന്നോട് തീർക്കല്ലേ. ഞാനൊരു കാര്യം ചോദിച്ച വിഷമാവോ? റെഡി. ഞാൻ ഇന്നലെ തന്ന ഡയറിമിക്ക് തിന്നില്ലെങ്കിൽ താ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കോ? ഞങ്ങളിവിടെ ഡിസ്മിസിൽ അടിച്ച് നിൽക്കുമ്പോഴാണ് നിനക്കൊരു വിഷമമില്ലടി. നിങ്ങൾ എന്തായാലും തല്ലുണ്ടാക്കി പോവാ. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? ചിന്നുനെ വേണ്ടാത്തവരെ ചിന്നുനും വേണ്ട. മനസ്സിലായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? അപ്പൊ ഞങ്ങള് പോയാ നീ കൂടെ ഉണ്ടാവില്ലേ? എന്തിന്? എനിക്ക് പഠിക്കണം. എങ്കിൽ നീ തന്നെ പറ എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരിടം വരെ പോവാം, എന്റെ സ്വർഗത്തിലേക്ക്. ഇതാണോ നീ പറഞ്ഞ സ്ഥലം? അതൊക്കെ പറയാം. വാ. എന്തോ ഇതാടാ അവളുടെ സ്വർഗം. ട്രേസിയാമോ? എല്ലാരും ഉണ്ടല്ലോ. മുനീറല്ലേ? ബാലു, എൽദോ, സാം, ശരിയല്ലേ? എല്ലാരും വാ. എന്താടാ അവരെ വിളിച്ചോണ്ട് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ. ഞങ്ങൾക്കൊരേ പ്രായ. ചെറുപ്പത്തിലെ എല്ലാ കുറുമ്പും ഒപ്പിച്ച് എവിടെയെങ്കിലും പോയി പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കും. ഇവിടുത്തെ കൂട്ടിലെ പ്രാവിന് ആരും കാണാതെ വന്ന് തുറന്നു വിടും. കൂട്ടിലിട്ടാ പിന്നെ അവക്ക് സഹിക്കില്ല.